നമ്മുടെ കേരളത്തിൽ മാധ്യമപ്രവർത്തകനായിരുന്ന ഇപ്പോൾ ബഹ്റിനിൽ കഴിയുന്ന രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അതിനകത്ത് പറയുന്നത് പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിന് പേര് നൽകിയിരിക്കുന്നത് 2 ഭീകരരുടെ പേരുകൾ കൂട്ടിച്ചേർത്താണ്. ഇതുൾപ്പെടെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സാർ എങ്ങനെ കാണുന്നോ? ആ പോസ്റ്റ് കണ്ടിരുന്നു സാറ്? ഞാൻ കണ്ടിരുന്നു. അതെൻ്റെ ശ്രദ്ധയിലും വന്നിരുന്ന ഒരു കാര്യമാണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഞെട്ടലുണ്ടാക്കിയതാണ്. ഇതിൽ ലഷ്കർ-എ തയ്യബ ക്യാമ്പ് പാകിസ്ഥാൻ എഴുതി കാണിച്ചിട്ട് പൃഥ്വിരാജിൻ്റെ കഥാപാത്രം സയ്യിദ് മസൂദിൻ്റെ കൗമാരകാലത്ത് ലഷ്കർ-എ തയ്യബയുടെ മേധാവി ഹിന്ദുസ്ഥാനെ വെറുക്കാൻ പഠിപ്പിക്കുന്ന, ഹിന്ദുസ്ഥാനികളെയും വെറുക്കാൻ പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് ദേശവിരുദ്ധമാണ് എന്ന് ഞാൻ എഴുതിയിരുന്നു. ആ സമയത്ത് എൻ്റെ മനസ്സിലും ഇങ്ങനെ ഉണ്ടായിരുന്നു. ഈ സയ്യിദ് മസൂദ് എന്ന് പറഞ്ഞത് ഈ 2 പാകിസ്ഥാനിലെ ISI പിന്തുണയ്ക്കുന്ന 2 ഭീകരവാദികളുടെ പേരുകൾ ചേർന്നതാണല്ലോ സയ്യിദ് മസൂദ് എന്ന് പറയുന്നത്. സയ്യിദ് മസൂദ് എന്നുള്ളത് ഹാഫിസ് സയ്യിദ്, ലഷ്കർ-എ തയ്യബ അതിൽ നിന്ന്. മറ്റേത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ മസൂദ് അസ്ഹർ എന്ന് പറയുന്ന ഭീകരവാദി, നമ്മുടെ ഗാണ്ടഹാർ വിമാനം തട്ടിക്കൊണ്ടുപോയില്ലേ ഗാണ്ടഹാറിലേക്ക്. അത് കഴിഞ്ഞ് നമ്മൾ വിടേണ്ടി വന്ന മസൂദ് അസ്ഹർ ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദി, ലഷ്കർ-എ തയ്യബ, ജെയ്ഷെ മുഹമ്മദ്, ഈ 2 പേരുടെ പേരുകളിൽ നിന്ന് ആണ് ഇതിലെ പൃഥ്വിരാജിൻ്റെ പേരുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വീണ്ടും മറ്റേ നമ്മുടെ ഗോപാലകൃഷ്ണൻ, രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ വേറെ ചില കാര്യങ്ങൾ, ഞാൻ ആ 2 തീവ്രവാദികളെ പറ്റി പറയാം. അതിനു മുമ്പ് രഞ്ജിത്ത് പറഞ്ഞിരിക്കുന്ന ഈ കഥയുടെ ഒരു രീതിയുണ്ട്. അതായത് പൃഥ്വിരാജിന്റെ ഒരു വല്ലാത്ത ബുദ്ധി പ്രകടമാകുന്ന ഒരു ഏരിയ, ഒളിച്ചു കടത്തിയ കുറച്ച് കാര്യങ്ങൾ, കള്ളക്കടത്ത് നടത്തിയത്. ഒന്ന്, ഈ ലഷ്കർ-എ തയ്യബയുടെ ഹാഫിസ് സയ്യിദ്, ജെയ്ഷെ മുഹമ്മദിന്റെ മസൂദ് അസർ, 2 കൂടി ചേർത്തിട്ട് സ്വയം ഒരു പേരിട്ടു. ഈ 2 ഭീകരനേക്കാൾ ഭീകരനാണ് ഞാൻ എന്ന് വന്നു. ഇത് ലൂസിഫർ മുതലുള്ള ഒരു കള്ളക്കടത്താണെന്നാണ് രഞ്ജിത്ത് പറയുന്നത്. അപ്പോൾ എമ്പുരാനില് ഈ ഖുറേഷിയുടെ മുഖം, അതായത് മോഹൻലാലിന്റെ മുഖം കാണിക്കുമ്പോൾ ഒരു ഓഫീസർ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇതിൽ മുഖം കാണിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉത്തരം സിനിമയിൽ പറയുന്നില്ല. ഇനി എമ്പുരാനല്ല, ലൂസിഫർ 3ാമത് വരുമല്ലോ. അല്ല, അവസാനം പ്രണവ് മോഹൻലാലിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ലൂസിഫർ 3-ല് ഈ ഖുറേഷി എന്ന് പറഞ്ഞ കഥാപാത്രം ഇല്ലാതാകാം. മോഹൻലാൽ ഇല്ല. അപ്പൊ ഖുറേഷി എന്ന് പറഞ്ഞ കഥാപാത്രം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഈ മൊത്തം ഗാങ്ങിന്റെ നേതാവ്? സ്വാഭാവികമായിട്ടും പൃഥ്വിരാജ്, സയ്യിദ് മസൂദ് ആവുക. അപ്പൊ ലാലിന് ശേഷം ഞാനാണ് പിൻഗാമി എന്നാണ് എമ്പുരാനിൽ അദ്ദേഹം പറയുന്നത്. സാർ, ഇതിനകത്ത് ഈ രഞ്ജിത്ത് തന്നെ ഇപ്പൊ ABC-യുടെ ഒരു അഭ്യുദയകാംക്ഷ കൂടെയാണല്ലോ, അദ്ദേഹം ചൂണ്ടിക്കാണിച്ച മറ്റു ചില കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഇപ്പം ടൊവിനോ തോമസ് കൈകാര്യം ചെയ്യുന്ന കഥാപാത്രം രാഹുൽ ഗാന്ധി ആകാം, ഇനി മഞ്ജു വാര്യർ പ്രിയങ്ക ഗാന്ധി ആകാം. അപ്പോൾ ഇത് കോൺഗ്രസിനകത്തുള്ള ചില കുടുംബകാര്യങ്ങൾ എന്നപോലെ വരുന്നു. എന്നിട്ട് ടൊവിനോ തോമസ് ഇനി നയിക്കാൻ പ്രാപ്തനല്ല, പ്രിയങ്ക ഗാന്ധിയാണ് നയിക്കാൻ പ്രാപ്തം. ഇങ്ങനെയുള്ള ഒരു നരേറ്റീവ് ഇത് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്നു. ഇത് ടൊവിനോ തോമസും മറ്റേ മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങള് ജതിനും പ്രിയദർശിനി, അത് കോൺഗ്രസ് ആണല്ലോ, കോൺഗ്രസ് കൂടാരമാണത്. PK രാംദാസിന്റെ അല്ലേ മക്കള്. അതിൽ പ്രിയദർശിനി എന്നുള്ളത് പ്രിയങ്കയാകാം ഉദ്ദേശിച്ചിരിക്കുന്നത്. വിദേശത്ത് പഠിച്ച ജതിൻ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ആകാം. ഇതാണ് രഞ്ജിത്ത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ബിംബങ്ങളാണല്ലോ ഇവരെ വെച്ചിട്ടുണ്ടാക്കുന്നത്. അപ്പൊ എമ്പുരാനില് വെച്ചിട്ട് മറ്റേയാളെ തട്ടിക്കളഞ്ഞിട്ട് ഹെലികോപ്റ്ററിൽ തട്ടിക്കളയാണ് ജതിനെ, എന്നിട്ട് പ്രിയദർശിനി വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തില് രാഹുലിനെ ചില ആളുകൾ ഇല്ലാതാക്കാം ഏതെങ്കിലും കാലത്ത്. എന്നിട്ടത് സംഘപരിവാറിന്റെയോ RSSന്റെയോ മുകളിൽ കെട്ടിവെക്കാം ആർക്കെങ്കിലും.
സോറോസിനെ പോലുള്ള ഡീപ് സ്റ്റേറ്റിന്റെ ആളുകളും ഒക്കെ ഉണ്ടല്ലോ, അതെ, പലപ്പോഴും ഇത് ചെയ്തിട്ടുണ്ടല്ലോ. ആ മുമ്പ് തന്നെ ഗാന്ധിയെ വധിച്ച മറ്റേ ഗോഡ്സെ, ആ അയാൾ RSS ആണെന്ന് എത്ര കൊല്ലം പ്രചരിപ്പിക്കുന്നു, ഇപ്പോഴും പ്രചരിപ്പിക്കുന്നു. അതെ, ഒരിക്കൽ അത് പറഞ്ഞതിന്റെ പേരിൽ കോടതിയിൽ കയറേണ്ടി വന്നു. അയാൾ ഇന്നും ആ സഭയിൽ ഉണ്ടായിരുന്ന ആളല്ലേ. അപ്പോ എമ്പുരാനില് ഈ ടോവിനോ തോമസ് ഇല്ലേ അതെ, ഇല്ലാതാവുന്നു. ഇനി ടോവിനോ തോമസ് സിനിമയിലില്ല. അപ്പോ അങ്ങനെ ഒരു അജണ്ട. മുല്ലപ്പെരിയാർ, അതെ, അതായത് ദേശീയ പാർട്ടി കേരളത്തിലേക്ക് വരുന്നത് പിന്നെ ഈ പറയുന്ന മയക്കുമരുന്ന് കടത്താൻ വേണ്ടിയിട്ടാണ്. അതിന് സാധിച്ചില്ലെങ്കിൽ ഞങ്ങൾ മുല്ലപ്പെരിയാർ ഡാം തകർക്കും. ആ മുല്ലപ്പെരിയാർ ഡാം പോലെ എന്തെങ്കിലും ഒരു സ്ഫോടനം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാല് അതും RSSന്റെ അതെ തലയ്ക്ക് വെക്കുക. അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കാണെന്നുകൂടി ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതെ. പിന്നെ ഇതിന്റെ അകത്ത് NIA കാണിക്കുന്നതൊക്കെ NIA വെടിവെക്കുന്നവൻ വീരനായിട്ട് അതിൽ കാണിക്കുന്നത്. അത് NIA എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു സംഘടനയാണല്ലോ, അന്വേഷണ ഏജൻസി. ബാക്കി രാഷ്ട്രീയ പാർട്ടികളുടെ പോലും പേരുകളൊക്കെ വേറെ ആയിരിക്കുമ്പോ NIAയുടെ പേര് അങ്ങനെ തന്നെ, സിമ്പിളും അല്ലെ. പിന്നെ ബജ്റംഗി എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നല്ലോ. അതെ, ഹനുമാൻ എന്നല്ലേ ശരിക്കും. അതെ, പക്ഷെ ബജ്റംഗി എന്ന് പറഞ്ഞ ഒരാള് മറ്റേ അവിടെ ഇതിന്റെയൊക്കെ നേതാവായിട്ടേ, ബജ്റംഗ് ദളിന്റെ ഒരു നേതാവായിട്ട് ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അതെ, ബാബുഭായ് പട്ടേൽ എന്നോ ആണ് ശരിക്കുള്ള പേര്. പിന്നെ ഇതിന്റെ അകത്ത് മതചിഹ്നങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു ഇല്ലേ, ത്രിശൂലം, ക്ഷേത്രം, ഈ വക സാധനങ്ങളൊക്കെ. അതെ. ഇനി നമ്മൾ വരികയാണെങ്കിൽ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ നേതാവ് മസൂദ് അസർ, അയാള് ഈ പ്രധാനമായിട്ടും കശ്മീർ ലാക്കാക്കി പ്രവർത്തിക്കുന്ന, കശ്മീരില് തീവ്രവാദികളെ നയിച്ചിരുന്ന ആളാണ്. പാകിസ്ഥാനിലിരുന്ന് ബ്രിട്ടനിൽ ജിഹാദ് പടർത്തിയ ആളും ഇയാളാണ്, ജെയ്ഷെ മുഹമ്മദിന്റെ മസൂദ് അസർ. 1994 ശ്രീനഗറിൽ വെച്ച് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് കോട്ട്വാൽ ബൽവാൽ ജയിൽ, ജമ്മുവിലെ കോട്ട്വാൽ ബൽവാൽ ജയിലിൽ പാർപ്പിച്ചിരുന്നു ഇയാളെ. 1995 6 വിദേശ ടൂറിസ്റ്റുകളെ അവിടുന്ന് റാഞ്ചി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ റാഞ്ചിയവരുണ്ടല്ലോ, അവര് പറഞ്ഞിരുന്നത് ഈ അസറിനെ മോചിപ്പിക്കണം എന്നാണ്. അപ്പോ അത് നടന്നില്ല. അത് നടക്കാത്തപ്പോഴാണ് 1999 ഡിസംബറിൽ ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 814 കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിക്കുള്ള ഫ്ലൈറ്റ്, ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ്, അത് റാഞ്ചി. ഈ ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദികൾ റാഞ്ചിയിട്ട് കാണ്ഡഹാറിലേക്ക് കൊണ്ടുപോയി. അഫ്ഗാനിസ്ഥാനിലാണ് കാണ്ഡഹാർ അന്ന് ഭരിച്ചിരുന്നത് താലിബാനാണ്. സകല സൗകര്യങ്ങളും ഉണ്ടല്ലോ അവർക്ക്. അപ്പൊ ആ കാലത്ത് അവര് ആവശ്യപ്പെട്ട 3 പേരെ തടവിൽ നിന്ന് മോചിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടു, റാഞ്ചികള്. അതിലൊരാളാണ് മസൂദ് അസർ. നമുക്ക് ഈ മറ്റേവരുടെ ഇസ്രയേൽ മൊസാദ് ഓപ്പറേഷൻ പോലെയൊന്നും നമ്മൾ നടത്തി വിജയിക്കാത്തത് കൊണ്ട് അന്ന് ദോവല് ഒരു ജൂനിയർ ഓഫീസറാണ്, ദോവലിന് ഇഷ്ടപ്പെടാത്തൊരു സംഭവമാണ്. ഓപ്പറേഷനൊന്നും അല്ല നടന്നത് എന്താന്ന് വെച്ചാൽ അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തു, കൈമാറ്റം ചെയ്തു, മസൂദ് അസറിന് വിട്ടയച്ചു. അങ്ങനെയാണ് അയാൾ വീണ്ടും അയാളുടെ ഭീകരവാദ പരിപാടികൾ തുടങ്ങുന്നത്. അതാണ് മസൂദ് അസർ. അതിൽ നിന്നാണ് മസൂദ് എടുത്തിരിക്കുന്നത്. ഇത് യാദർച്ഛികമല്ല. അതാണ് രഞ്ജിത്ത് പറയുന്നത്. അതായത് ജെയ്ഷെ മുഹമ്മദിന്റെ മസൂദ് അസറിൽ നിന്ന് മസൂദ് എടുക്കുക, ഹാഫിസ് സയ്യിദിന്റെ അതിൽ നിന്ന് സയ്യിദ് എടുക്കുക അല്ലേ, സയ്യിദ് മസൂദ് എന്ന് സ്വയം പേര് തീരുമാനിക്കുക. പല സ്വയം പ്രഖ്യാപിത എന്ന് പറഞ്ഞിട്ട് പല ആളുകൾ ഉണ്ടാവുമല്ലോ. സ്വയം പ്രഖ്യാപിത ഖലിസ്ഥാനി നേതാവ്, സ്വയം പ്രഖ്യാപിത മറ്റേതിന്റെ ജനറൽ ഇല്ലേ, അൽ-ഖ്വയ്ദ. ഇതൊക്കെ അൽ-ഖ്വയ്ദയുമായി ബന്ധപ്പെട്ട ഭീകര സംഘടനകളാണിത്. അപ്പം പാകിസ്ഥാൻ കേന്ദ്രമായ, ഇന്ത്യ വിരുദ്ധമായ, ഹിന്ദു വിരുദ്ധമായ 2 ഭീകര സംഘടനകളുടെ മേധാവികളുടെ പേരുകളിൽ നിന്ന് 2 ഭാഗങ്ങളെടുത്ത് കൂട്ടിച്ചേർത്താണ് ഏതാണ്ട് അതേ വേഷമൊക്കെ ഇട്ട് നടക്കുന്ന കഥാപാത്രം വരുന്നത്. ആ കഥാപാത്രം ഈ 3-ാം ഭാഗത്തില് ഇന്ത്യ ഭരിക്കുന്ന ആളായിരിക്കുമല്ലോ അല്ലേ. അതല്ലേ പാൻ ഇന്ത്യ തലത്തിലേക്ക് വരുന്ന പൃഥ്വിരാജ്, അതല്ലേ മോഹം. അതെ,
സാർ ഇതുപോലെ ഈ ഗോത്ര അതുപോലെ ഗുജറാത്ത് എന്ന് പറഞ്ഞ ഈ കലാപം നടന്നിട്ട് പതിറ്റാണ്ടുകളായി, ജനങ്ങൾ അതൊക്കെ മറന്നു കഴിഞ്ഞു. എന്നിട്ട് വീണ്ടും അത് കുത്തിപ്പൊക്കിക്കൊണ്ട് ജനങ്ങളിൽ വിദ്വേഷം അതുപോലെ തന്നെ വെറുപ്പൊക്കെ പ്രകടിപ്പിക്കാനായിട്ട്, അതുപോലെ തന്നെ വൈരാഗ്യവും ഭിന്നിപ്പും ഉണ്ടാക്കിയിട്ട് ജനങ്ങൾക്കിടയിലൊരു സ്പർദ്ധ ഉണ്ടാക്കാനായിട്ട് മനഃപൂർവ്വം ഈ സീരീസ് ആയിട്ട് ഈ ഡയലോഗുകൾ അതുപോലെ സീനുകളെല്ലാം ഉണ്ടാക്കിയിട്ട് ഈ രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങൾ അവർ കൊടിയ വിഷയം കുത്തിവെക്കുന്നു എന്നും രഞ്ജിത്ത് പറയുന്നുണ്ട്. ശരിയല്ലേ അതും? കാരണം മറന്ന ഒരു കാര്യത്തെ, കലാപത്തെ വീണ്ടും അത് കുത്തിപ്പൊക്കിക്കൊണ്ട് ഇങ്ങനെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് വരുത്തുന്നു അല്ലേ? അതുപോലെ തന്നെ പറയുന്നുണ്ട്, രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും മതസൗഹാർദ്ദവും തകർത്ത് മതഭീകരതയ്ക്ക് വഴിമരുന്നിടും വിധം സിനിമയിലൂടെ പൊതുജനത്തെ സ്വാധീനിച്ച് കലാപം സൃഷ്ടിക്കാൻ വഴിമരുന്നിടുന്നു. അതായത് ഈ സിനിമയുടെ പിന്നണി പ്രവർത്തിച്ച അത് പൃഥ്വിരാജ് മതചിഹ്നങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ സ്പർദ്ധ വളർത്താനാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, കുരിശ്. അതെ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പൃഥ്വിരാജിന് ധൈര്യം ഉണ്ടെങ്കിൽ പൃഥ്വിരാജ് 1946 ഷഹീദ് സുഹ്രവർദി ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തില്ലേ പശ്ചിമ ബംഗാളിൽ? ഷഹീദ് സുഹ്രവർദിയുടെ ഒരു ജീവിതം ബയോപിക് എടുക്കട്ടെ എന്ന്, ഷഹീദ് സുഹ്രവർദിയായിട്ട് അഭിനയിക്കട്ടെ. 1921 വാര്യൻ കുന്നനായിട്ട് അഭിനയിക്കാനായിട്ട് ആഷിഖ് കപൂറിനോട് സമ്മതിച്ചിരുന്ന ആളാണല്ലോ. വാര്യൻ കുന്നനായിട്ട് അഭിനയിക്കട്ടെ. ഇനി ഇസ്ലാമിക അജണ്ടയുടെ ഭാഗമാണല്ലോ പൃഥ്വിരാജ്, അല്ലെങ്കിൽ വാര്യൻ കുന്നനായിട്ട് അഭിനയിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു ജിഹാദിയുടെ വേഷം അഭിനയിക്കാൻ തയ്യാറായ ആളാണ് പൃഥ്വിരാജ്. അന്ന് ഇതുപോലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങള് പ്രതിഷേധം ഉയർത്തിയിട്ടല്ലേ ആ സിനിമ വേണ്ടാന്ന് വെച്ച് പോയത്. അതിന് തിരക്കഥ എഴുതാൻ ആഷിഖ് കപൂർ ഏൽപ്പിച്ചിരുന്നതും ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനല്ലേ, ജിഹാദിയാണ് അത് ഏൽപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ ഇത്തരം മറ്റേ ഈ ഗാന്ധിവധത്തിന് ശേഷം മഹാരാഷ്ട്രയിൽ 10,000 ബ്രാഹ്മണരെ കൊന്നൊടുക്കിയില്ലേ, ബ്രാഹ്മണ വംശഹത്യ. അതിനെപ്പറ്റിയും സിനിമ എടുക്കട്ടെ. പാൻ ഇന്ത്യൻ മോഹമല്ലേ? പക്ഷെ ഇത് എളുപ്പത്തിലെടുക്കാം, ചില്ലറ കിട്ടും. ഇതിന് 3 നിർമ്മാതാക്കളുണ്ട്, പുറത്തുനിന്നും ചില്ലറ കിട്ടി എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട്. ഇങ്ങനത്തെ സംഗതികൾക്കൊക്കെ ആഗോള ഇസ്ലാമിക അജണ്ടയുടെ ഭാഗത്തുനിന്ന് ഫണ്ടിങ് കിട്ടാറുണ്ടെന്നേ. അങ്ങനത്തെ ആളുകൾ പടം എടുക്കാറുണ്ട്, പൊളിഞ്ഞും പോവാറുണ്ട്. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം ഇവിടെ ഉണ്ട്. അവര് തിരിച്ചറിഞ്ഞിരിക്കുന്നു പൃഥ്വിരാജ് 2 ഭീകരവാദികളിൽ നിന്നാണ് ഈ പേര് സ്വീകരിച്ചിരിക്കുന്നത്. അത് യാദർച്ഛികമല്ല. എമ്പുരാൻ സിനിമയുടെ പിന്നെ പ്രവർത്തിച്ച മോഹൻലാൽ, പൃഥ്വിരാജ്, മുരളി ഗോപി ഇവരെയൊക്കെ പ്രധാന പ്രതികളാക്കി കേസെടുത്ത് വിചാരണ തുടങ്ങിയിട്ട് നീതിപീഠം ഇവർക്ക് ശിക്ഷ വിധിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ പോസ്റ്റ് ഏതാണ്ട് അവസാനിപ്പിക്കുന്നത്. എന്നിട്ട് പറയുന്നു ഈ സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകിയവരെ കൂടെ കൂട്ടുപ്രതികളാക്കണം, അടിയന്തരമായിട്ട് സിനിമ തന്നെ സമ്പൂർണ്ണമായിട്ട് നിരോധിക്കണം, അല്ലെങ്കിൽ നാളെയുടെ തലമുറകൾക്കിടയിൽ വർഗീയ കാര്യങ്ങളൊക്കെ നടക്കുന്നൊന്നുമില്ല. ആളുകളെ പിടിച്ച് ഒരു സിനിമ അനുവദിച്ചു എന്നുള്ള കൂട്ടത്തിൽ പ്രതികളൊന്നും ആക്കാനൊന്നും അല്ല. ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ഈ പോസ്റ്റ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ എഴുതിയ കുറെ കാര്യങ്ങൾ ഇത് മനസ്സിലാക്കേണ്ട ആളുകളല്ലേ. ക്രക്സ് എന്താണ്? ഇസ്ലാമിക അജണ്ടയുടെ ആഗോള ഇസ്ലാമിക അജണ്ടയുടെ ഭാഗമാണ് പൃഥ്വിരാജ് എന്നുള്ളതാണല്ലോ. അതും ഭീകര അജണ്ടയുടെ ഭാഗമാണ്. മറ്റേ ഹാഫിസ് സയ്യിദിനും മറ്റേ മസൂദ് അസറിനും ഫണ്ട് ചെയ്യുന്ന കുറെ ആളുകളുണ്ടല്ലോ പുറകിൽ. അത് ഡീപ് സ്റ്റേറ്റോ എന്തെങ്കിലും ആകാം. ആ ആളുകൾ, അതായത് മസൂദ് അസറിനും മറ്റേ ഇയാൾക്കും ഹാഫിസ് സയ്യിദിനും ഒക്കെ ഫണ്ട് കൊടുക്കുന്ന ആളുകളില്ലേ, അങ്ങനെ ആരെങ്കിലും ആണോ ഈ പാൻ ഇന്ത്യൻ മോഹത്തിന് ഫണ്ട് കൊടുക്കുന്നത് എന്നുള്ള സംശയമാണല്ലോ നമ്മുടെ ഉയരുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് 2 ഭീകരവാദികളുടെ പേരിൽ നിന്ന് ഈ പേര് എന്തുകൊണ്ട് സ്വീകരിച്ചു? പൃഥ്വിരാജ് പറയട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.